ഹലോ, അങ്ങനെ ഓണാണല്ലോ ഇന്ന്. ഓണത്തിന് ഇത്രയും സ്പെഷ്യലായ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടാ. നമ്മളിന്ന് ക്യൂട്ടായിട്ടുള്ള മിനി മാവേലിനെയാണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ഈ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് വേണോ വേണ്ടേ വെച്ചിട്ടായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്ത് പിന്നെ റിസൾട്ടും കൂടി കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്കിതുപോലെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടാ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിതിന് മുന്നേ ഓണസദ്യ ഉണ്ടാക്കില്ല, അതേ ക്ലേ ആയിരുന്നു. അതാ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതൊരുമാതിരി മൈദ പോലെയാണ്, നമ്മുടെ കയ്യിൽ ഒട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് നേരം പോലെ ചെയ്യാനേ കിട്ടൂല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുപ്പി ഇങ്ങനെ ഒട്ടിച്ചത് കാരണം അതിങ്ങനെ നിലത്ത് നിൽക്കണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിൽ കുറച്ച് അരി നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായി നിന്ന്. ഞാൻ എൻ്റെ മാക്സിമം മാവേലിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് മാവേലിൻ്റെ മുഖമാണ് കേട്ടോ ഉണ്ടാക്കണത്. ഞാൻ മാവേലിൻ്റെ മൂക്ക്, ചെവി, ഓർണമെൻറ്റ്സ് ഒക്കെ ക്ലേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണുണ്ടാക്കുക പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വരച്ചു കൊടുക്കുകയാണ് ട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ 2 കൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു കൈ ഇങ്ങനെ പിടിക്കാനും ഒന്ന് ഓലക്കുട പിടിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗം എത്തുമ്പോൾ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു പിന്ന് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഓലക്കുട അല്ലാണ്ട് എന്തും മാവേലിയില്ലേ, എന്നാൽ അതിനൊരു കുറവ് വേണ്ട, ഓലക്കുട ഉണ്ടാക്കുക. ഇതുപോലെ ഒരു ബ്രൗൺ കളർ പേപ്പർ എടുത്തിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. ഇനി മറ്റേതിലൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി എക്സസ് ആയതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതേ പേപ്പർ ഒന്ന് കട്ടിയിൽ ചുരുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓലക്കോടൻ്റെ കാല് റെഡിയായി. മാവേലിൻ്റെ മീശയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഉണങ്ങിയിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. കിരീടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിലേക്ക് വെച്ചെടുക്കുന്ന സംഭവമാണ് എടുത്തിട്ടുള്ളത്. പെയിൻറ് ചെയ്യാൻ അക്രലിക് ഒന്നല്ല യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സാധാ സ്കെച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ആ ക്ലേയിൽ അടിച്ചെടുക്കുമ്പോൾ പരക്കണമൊന്നുമില്ല. അക്രലിക് ആകുമ്പോൾ നമ്മൾ ഉണങ്ങാനുള്ള ടൈം കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് വേഗം ഉണങ്ങും ചെയ്യും, നമുക്ക് അവിടെ തൊടും ചെയ്യാം, പരക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ പെയിൻറ്റിങ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി മാവേലിക്ക് മുണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മാവേലിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കത്തെ ഭാഗമൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ ടേപ്പ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മേൽമുണ്ടിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞൊറി എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി യെല്ലോ കളർ കൊണ്ടൊന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കുക. ഇനി മാവേലിൻ്റെ ഷൂസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ മാവേലി ഏകദേശമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ കിരീടം ഒന്ന് വെച്ചെടുക്കുക. ഓലക്കോടി ഒന്ന് ചൂടിക്കൊടുത്താൽ നമ്മുടെ മാവേലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ അളന്ന് നോക്കുമ്പോൾ ഒരു 5 ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലിൻ്റെ അത്ര പോലും ഉണ്ടായിരുന്നില്ല കേട്ടാ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് മറക്കണ്ട. ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണ്. പിന്നെ സബ്സ്ക്രൈബ് ഉണ്ടാ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.